ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. നമുക്കൊരു നാടൻ സ്റ്റൈൽ ബീഫ് കറി വെച്ചാലോ. ഫസ്റ്റ് ഒരു കുക്കർ വെച്ച് അതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല പൊടി, മീറ്റ് മസാല പൊടിയും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ട് മിക്സ് ആക്കുക. നന്നായിട്ട് മിക്സായി അത് നല്ല കുഴഞ്ഞ പരുവത്തിലാകുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് നമ്മുടെ ക്ലീൻ ചെയ്ത് മുറിച്ച് വെച്ച് നമ്മുടെ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് അതും ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് ഉപ്പിടാം. ഉപ്പിന് ശേഷം നമുക്ക് അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കാൻ തുടങ്ങാം. മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ നമുക്ക് അടച്ച് വെക്കാം. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും കുക്കർ തുറന്നുമ്പോൾ നല്ല മണമൊക്കെ വരും കേട്ടോ ഗൈസ്. അടിപൊളിയായിരിക്കും. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം, മറക്കല്ലേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതിന് ശേഷം നമ്മൾക്ക് ആവശ്യത്തിന് വലിയൊരു പാത്രം വയ്ക്കുക. അതിലേക്ക് ഓയിൽ ഒഴിക്കുക. അപ്പോൾ നന്നായിട്ട് ഓയിൽ തിളച്ച് വരുമ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് പേസ്റ്റാക്കി വെച്ചേക്കണം. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനെ നമുക്ക് മുറിച്ച് വെച്ച് നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാൻ. നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായ കറിവേപ്പിലയാണ്. എന്നിട്ട് നമ്മൾ കറിവേപ്പില ഇട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ അരിഞ്ഞ് വെച്ച് നമുക്ക് സവാളയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതും ഇട്ടിട്ട് നന്നായിട്ട് വരണ്ട് വരുന്ന സമയത്ത് നമുക്ക് പച്ചമുളകും കൂടി ഇട്ട് വരട്ടിയെടുക്കുക. അതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല പൊടിയൊക്കെ അതിനോട് യോജിച്ച് തന്നെ വരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക യോജിച്ച് തന്നെ വരെ. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച് നമ്മുടെ തക്കാളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. തക്കാളി ഇട്ടിട്ട് അത് നന്നായിട്ട് മിക്സ് ആവണം. ആ തക്കാളി ആ ഒരു ഇതിനായിട്ട് അലിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് അത്രയും വരെ നമ്മൾ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ആ ബീഫ് ഉണ്ടല്ലോ, ആ ബീഫ് നമ്മൾ ആ കുക്കറോടെ അതിലോട്ട് കമത്തുക. അതിന് ശേഷം നമ്മളത് നന്നായിട്ട് മിക്സ് ആക്കുക. പിന്നെയും മിക്സ് നമ്മൾ ലാസ്റ്റ് അതിലേക്ക് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയിലയും അതിൻ്റെ മുകളിലോട്ട് പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് കുറച്ച് കുരുമുളക് പൊടിയും കൂടി കൊടുക്കാം. എന്നിട്ട് അത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ വീട്ടിലുണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ബൈ.